ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ആവശ്യത്തിന് തേങ്ങ ചിരകിയത്, 4 ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വേപ്പില, പിന്നെ നമ്മുടെ ചാള. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ ചട്ടി ചൂടാകാൻ വെക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ ഒരു ബ്രൗണിഷ് യെല്ലോ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളർ ഒരു ബ്രൗണിഷ് യെല്ലോ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പല നാടുകളിലും പല രീതിയിലാണ് നമ്മൾ മത്തിക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ മത്തിക്കറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗണിഷ് യെല്ലോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർക്കുന്നില്ല. നമുക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടിയുടെ ഐറ്റംസ് ആണ് ചേർക്കേണ്ടത്. അപ്പോഴേക്കും ഞാൻ ഈ വാടി വന്നിരിക്കുന്ന എല്ലാ മിക്സും കൂടി നമ്മൾ സൈഡിലോട്ടൊന്ന് നീക്കി വെക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊടികളെല്ലാം എണ്ണയിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിക്കനുസരിച്ച് കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്ക് 2 കഷ്ണം കുടംപുളി മതിയാവും. ഇനി തിളക്കുമ്പോഴേക്കും നമുക്ക് മീനിടാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂടി ഒന്ന് മാറ്റി നോക്കിയാണ്. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കൊന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്ച്ചാളയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.